ചുട്ടി കഴിക്കളയും വെള്ളമില്ലാത്തടത്ത് അവന്മാരെയൊക്കെ കഥകളി. ഒന്ന് വേഗം പോവോ, എനിക്ക് നല്ല തലവേദനയുണ്ട്. തലവേദനയുടെ കാര്യം എനിക്ക് മനസ്സിലായി. PMS, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. മാസക്കുളി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനത്തെ തലവേദനകൾ ഉണ്ടാകാറുണ്ട്. അമേരിക്കയിൽ 20% ഡിവോഴ്സസിനും ഇതാ കാരണം. ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ സഹിക്കുന്ന പോലെ സായിപ്പന്മാർ സഹിക്കില്ലല്ലോ. മാഡം, ഞങ്ങൾ ഭാര്യയും ഭർത്താവാ. ഒരു കഥകൾ കഴിഞ്ഞിട്ട് വരുവാ, അല്ലാതെ അവിഹിതമൊന്നുമല്ല ഓടിച്ചിട്ട് പിടിക്കാൻ. കൺഗ്രാറ്റുലേഷൻസ് വാസുകി, രാവണൻ എക്സലന്റ്. താങ്ക്സ്. പോലീസിനെ കൊണ്ട് എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത്. മൈ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, കീപ് ഇൻ ടച്ച് വാസുകി. ഗുഡ് നൈറ്റ്. ഇവളുമായിട്ടൊന്നും ഒരു ചങ്ങാത്തത്തിനും പോകണ്ട. കുറേ ഫെമിനിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുങ്ങളുടെ വൃഷ്ണം അടിച്ച് തലയെ കയറ്റില്ലെന്ന് ഇവരൊക്കെ വിചാരം. ഒരു ചീനാബായി IPS. ഈ ആഴ്ച കത്രികയിടയിരയാകുന്നത് 2 ചിത്രങ്ങളാണ്. സച്ചിദേവന്റെ ഹൊറർ ചിത്രമായ യക്ഷിപ്പന, ചക്രപാണിയുടെ ശ്രീനിവാസൻ ഉറങ്ങുകയാണ് എന്ന കോമഡി ത്രില്ലർ. ഭയം അനിർവചനീയമായ ഭാവമാക്കി മാറ്റിയ ലോക സിനിമകൾ നാം കണ്ടിട്ടുണ്ട്. സച്ചിദേവന് മാത്രം അത് മിമിക്രിയാണ്. അവരെ കണ്ടിട്ട് എനിക്ക് അത്ര ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല. ഇത്തിരി പൗരുഷം കൂടുതൽ. നീ ആരും പറയുന്നത്? പുതിയ DCP ജീനാബായി. നീ ഇപ്പോഴും ഓരോ കാര്യം ഓർത്തോണ്ടിരിക്കണം. ആണത്തോണ്ടെന്ന് സമ്മതിച്ചല്ലോ, എനിക്ക് അത് മതി. അതെ, എല്ലാ കാലത്തും മീശ വെച്ച സ്ത്രീ കാണാനൊരു അശ്ലീലമാണ്. പൗരുഷം, സ്ത്രീത്വം ഇതൊക്കെ പരസ്പരം വെച്ചുമാറാനുള്ളതല്ല. എങ്ങാനും മാറിപ്പോയാൽ കാണാൻ ഭയങ്കര ബോറായിരിക്കും. എന്നെപ്പോലൊരു സാധാരണക്കാരൻ്റെ കണ്ണിൽ സ്ത്രീ എന്നും ശാന്ത സ്വരൂപിണിയായിരിക്കണം. എൻ്റെ വാസുവിനെ പോലെ. വിട്, ഈടായിട്ട് പരിഹാസം ഇത്തിരി കൂടുന്നുണ്ട്. പരിഹസിച്ച് ശുദ്ധീകരിക്കുക എന്നുള്ളത് ഒരു ബൊളീവിയൻ കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ്. ഇതാരാ ഈ പാതിരാത്രിക്ക് ടാങ്കോഴ്സ് വിട്ടിറങ്ങിയിരിക്കുന്നത്? അതെ, എൻ്റെ കെട്ടിയുള്ള ആട്ടക്കാരി തന്നെയാണ്. അവളുടെ ആട്ടം കണ്ട് കണ്ണു തൊലിയിട്ട് അമ്മച്ചിയുടെ മോൻ ലൂയിസ് അവളെ കെട്ടിയത്. കൊടിമരവും വെടിക്കെട്ടും പള്ളിക്ക് വേണം, കഥകളി പള്ളിക്ക് വേണ്ട. അതുകൊണ്ട് ആ പള്ളി എനിക്കും വേണ്ട. നിങ്ങളുടെ ഒരൊറ്റ പൈസ എനിക്ക് വേണ്ട. എൻ്റെ ഭാര്യയും മോളെയും പോറ്റാനുള്ള പണി എനിക്കറിയാം. അമ്മച്ചി ഫോൺ വെച്ചേ. ഇന്ന് ഇവിടെ തന്നെയാണോ കിടപ്പ്? മോള് ഇന്നലെ രാത്രി ഞെട്ടി ഉണർന്നു. ഞാനും ഇന്നലെ രാത്രി ഞെട്ടി ഉണർന്നു. കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിൻ്റെ കൂടെ അല്ല, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൂടെയാണ് കിടക്കേണ്ടത്. ഒരു മാസമായിട്ട് പട്ടിണിയാ. എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം. ഞാൻ നടുവേനയ്ക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഗുഡ് നൈറ്റ്. എൻ്റെ നടുവേദനയ്ക്ക് എന്ത് മരുന്ന് കഴിക്കൂ? ഈ ഏകപത്നി വ്രതക്കാരന്മാർക്ക് ഇങ്ങനെ തന്നെ വേണം. പോയി കിടന്ന് ഉറങ്ങണം. മീനാണത്രേ, മീൻ. പ്രണയിച്ചു കൊതി തീരാത്ത ആ ഹൃദയങ്ങളുടെ വാക്കുകൾ അതായിരുന്നു. നമ്മൾ പ്രേമിക്കും, നമ്മൾ ഒരിക്കലും ഒന്നിക്കുകയില്ല. ഇങ്ങനെ പാടിയ കവിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പ്രണയം ഒരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നത് പ്രണയിച്ചവർക്കറിയാം. സത്യമല്ലേ? ഞാനും ഒരാളെ പ്രേമിക്കുന്നുണ്ട് കേട്ടോ. അയാൾ വിവാഹിതനുമാണ്. അതെന്താ, ഭാര്യയുള്ള ആളെ പ്രേമിച്ചൂടെ? അനുരാഗത്തിന്റെ കാര്യത്തിൽ പോലീസിനെ കൊണ്ട് എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത്. മൈ നമ്പർ സുപ്രിയ, എനിക്ക് നല്ലൊരു അഡ്വക്കേറ്റിനെ വേണം. നീ ഒന്നും പറയണ്ട. ഐ കാൻ അഡ്ജസ്റ്റ് വിത്ത് ഹിം. ഓക്കെ മാം, കായലിൽ DJ പാർട്ടി നടക്കുന്ന ഹൗസ് ബോട്ട് CA ഫിറോസ് സർ റെയ്ഡ് ചെയ്തു. 4 DJ പെൺകുട്ടികളെയാണ് ഡ്രഗ്സോടെ പിടികൂടിയത്. ഗുഡ്. ഡ്രഗ്സ് പതിവായി യൂസ് ചെയ്യുന്നവരിൽ നഗരത്തിലെ 15 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികളുണ്ട്. സിറ്റിയിലെ വലിയൊരു ശതമാനം വീട്ടമ്മമാരും ഉണ്ട്. നാളെ ഒരു റെയ്ഡ് ഏത് വീട്ടിൽ നിന്ന്, ഏത് വീട്ടമ്മയിൽ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു അറസ്റ്റ് നാളെ നടക്കണം. Da
പോയി. ഈ ഇസ്ത്രീയുടെ പച്ചഭസ്മത്തിന് വിടാതെ തൊലിപ്പുറത്തെ നിറം നോക്കി അടിസ്ഥാന വർഗത്തിന് നാടും ജാതിയും തിരിച്ചറിയാമെന്ന് നിങ്ങൾ ബൂർഷ്വാസികളുടെ കാലകരണപ്പെട്ട അഹങ്കാരമുണ്ടല്ലോ, അത് അടിച്ചമർത്തും ഞാൻ. അയ്യോ, സഖാവിനെ കണ്ടിട്ടൊരു സഖാവാണെന്ന് തോന്നിയില്ല സഖാവേ, സോറി. ഇടത്തോട്ട് തിരിഞ്ഞിട്ടേ വലത്തോട്ട് അങ്ങോട്ട് പോയാ മതി സഖാവേ. അഭിവാദ്യങ്ങൾ. உனக்கு கேரளா லோட்டரி அடிச்சாச்சுடா. நம்ம லோட்டரி முத்துவான்னு சொன்னேன். 10,000 உண்மைதான்டா. போன் கட் பண்ணிட்டு அடுத்த வண்டியில் கிளம்பி வாடா. சரி. പച്ച എവിടെ? പച്ച ஊருக்கு போயிட்டாரு சார். வரவுக்கு 2 நாளாகும். ആരെങ്കിലും വന്ന് തേച്ചു തരാൻ പറ്റുമോ? முடியாது சார், யூனும் இருக்கு. ഓ, ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്ത ആന്റി നാർക്കോട്ടിക് സ്റ്റുഡന്റ് കേഡറ്റ്സുകളാണ് നിങ്ങൾ. പോലീസ് നിങ്ങളെ ഒരു മിഷൻ ഏൽപ്പിക്കുകയാണ്, ഡ്രഗ് ഫ്രീ കേരള. ഐ തിങ്ക് യു ഗൈസ് ക്യാൻ ഡു ഇറ്റ് വെൽ. ഇനി എനിക്ക് അറിയേണ്ടത് ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ വീടുകളിൽ ഉണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് രഹസ്യമായി പാസ് ചെയ്യണം. ഓക്കെ? വിൽ യു? Sure, ma'am. രമണി, ആരായാലും ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. യെസ് മാം. ഹലോ, ഞാൻ മാഡം, ഞാൻ കലാക്ഷേത്ര വാസുകിയാണ്. നമ്മൾ സ്ത്രീകൾക്ക് പൊതുവെ ഡൊമസ്റ്റിക് വറീസും വയലൻസും ഒക്കെ ആരോടും തുറന്നു പറയാതെ ഒളിപ്പിച്ചു വെക്കാനാണ് ഇഷ്ടം. കംപ്ലൈൻസ് ഇനിയെങ്കിലും നാവിനടിയിലിട്ട് അലിയിച്ചു കളയരുത്. പ്രതികരിക്കണം, റിയാക്ട് ചെയ്യണം. എന്നെ ഒരു സഹോദരിയായോ ഒരു ഫ്രണ്ടായോ കണ്ടാൽ മതി. താങ്കൾ പ്രശ്നം പറയൂ, ഇതാരും അറിയാതെ ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. ഐ അഗ്രി. ഓപ്പൺ അപ്പ് യുവർ മൈൻഡ്. കംപ്ലൈൻസ് പറയേണ്ട സമയത്ത് പറയേണ്ട ആളോട് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. മാഡം, ഇവിടെ ചിലരെന്നെ ശല്യം ചെയ്യുന്നുണ്ട്. Who's that? മടിക്കാതെ പറയൂ. Speak up. You're not alone, Vasuki. Come on, Vasuki, tell me. അവര് 2 പേരുണ്ട്. ഈ സുരയുടെ ഓരോ തമാശകളാ. സുര വെയിറ്റ് ചെയ്യണ്ട, വേഗം ചെല്ല്. സുരയുടെ നെയ്മീൻ ചേച്ചിയുടെ ചട്ടിക്ക് നല്ല പാവാ, ഇവിടെ പൊരിച്ചു തിന്നി. ഒന്ന് പോടും. ഞാൻ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഈ പഠനം കിട്ടണില്ല. ഈ മീൻ പെടക്കണ പെട കണ്ട, ഇത് കണ്ടിട്ട് ചേച്ചിയുടെ വായിൽ വെള്ളം വരണ്ടല്ലേ. ഇതിൽ വലിയ പെടക്കണ മീൻ കാണണമെങ്കിൽ രാത്രി ലൂയിസേട്ടൻ കൊണ്ടുവരണം അല്ലേ. ലൂയിസേട്ടൻ കൊണ്ടുവരുന്ന മീൻ പെടക്കുവോ? പക്ഷെ സുരയുടെ മീനുണ്ടല്ലോ നല്ല പെടക്കും. ഇതിനെ കണ്ട ആർക്കാ പെടക്കാത്തത്? മറ്റുള്ളവർക്കൊന്നും കംപ്ലൈന്റ് ഇല്ലേ? സൂര്യന്റെ ശിവന്റെ സംസാരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വെറും തമാശകളാണ് മാഡം. എനിക്ക് മാത്രം അത്. ഷിബു അവനാരാ? ഷിബുവിന്റെ മുൾത്താപ്പിൾ വായിലിട്ടാൽ അലിഞ്ഞു പോവും. ചേച്ചി കൂടിയ ചോര തെറിക്കുന്ന ആപ്പിൾ കണ്ടിട്ട് ചേച്ചി ഇതുപോലെ കടിച്ച് പറിക്കാൻ തോന്നുന്നു. ചേച്ചി വാങ്ങുവാസി ചേച്ചി. ക്ഷേമേടത്തെയൊക്കെ സ്ഥിരം തിന്നണമല്ലേ. നല്ല തുടുതുടുത്ത ചോര വന്ന മറിയാൻ ഷക്കീല നമിത ആപ്പിൾ. ഷിബുവിന്റെ ആപ്പിൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോ ചേച്ചി. ഭക്ഷണത്തിനും വീട്ടമ്മമാരോടായാലും അതൊക്കെ അവർ സഹിച്ചേക്കുമെന്ന് അവർക്കറിയാം. എന്നും അവന്മാരങ്ങനെ തന്നെയാ. ആര് ചോദിക്കാൻ? വീട്ടിൽ പുരുഷന്മാരോട് പറഞ്ഞാൽ തിരുളി യുദ്ധം നടക്കും. ഒടുക്കം അതിൻ്റെ പഴിയും ഞങ്ങൾ തന്നെ കേൾക്കണം. അനുഭവിക്കുന്നവർക്കൊഴികെ മറ്റാർക്കതൊരു വലിയ കാര്യമല്ലല്ലോ. നിങ്ങൾ ഒരിക്കൽ പോലും റിയാക്ട് ചെയ്തില്ലേ? ഈ സിറ്റിയിൽ ഞങ്ങൾ ഒട്ടും സേഫ് അല്ല മാഡം. ഇവിടെ ഞങ്ങൾ വീട്ടമ്മമാർ കണ്ണും കാതും തുറന്നു പിടിച്ച് ജീവിക്കണം. എന്നാലേ ഇവന്മാരുടെയൊക്കെ വഷളത്തിനെ തിരിച്ചറിയാൻ പറ്റും. ഗ്യാസിൻ്റെയും പച്ചക്കറിയുടെയും വില മാത്രമല്ല, ഇതൊക്കെ ഞങ്ങളുടെ പ്രശ്നങ്ങളാണ് മാഡം. ഞങ്ങൾ വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇവിടെ ആരുമില്ല. I will take care of it. Don't worry, Vasuki. വാ
വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു സ്ത്രീ ഇൻസൾട്ട് ചെയ്യപ്പെടാൻ പാടില്ല. റാസ്കൽസ്. ഇവന്റെയൊക്കെ വഴിവാണിപ്പ് ഞാൻ ഇതോടെ തീർത്തേക്കാം. താങ്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൂളായിട്ടിരിക്കും. രമണി, SI ബാബയുടെ ജീപ്പുമായിട്ട് ഇറങ്ങാൻ പറയും. സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഞാനവനൊന്ന് നോട്ടോട്ടായിരുന്നു. എന്താ പ്രശ്നം? എന്റെ സാറാ ഷിബുനെ പോലീസ് അടിച്ച് പഞ്ചറാക്കി വണ്ടിയിലിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കാര്യം എന്താ? എല്ലാ പ്രാവശ്യം ആപ്പിളാന്നും പറഞ്ഞവൻ തന്നില്ലേ, അത് മെഴുകു പറ്റിയല്ലായിരുന്നോ വാക്സ്. ആഹാ, അവനെ ഏത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കണം? സാറും കൂടെ വിളിക്കണേ. ഞാൻ ആ ജില്ലാ സെക്രട്ടറിന്ന് വിളിച്ചു നോക്കട്ടെ. ചിലപ്പോ അവനെ ഇപ്പൊ ഇറക്കാം. സാറിന് വേറെ പണിയൊന്നുമില്ലേ? അവനെയൊക്കെ ഉണ്ടല്ല, ഇടിച്ചിട്ടുണ്ടല്ല, കൊരച്ചിട്ടുണ്ടല്ല, ചാകണം. ശരിയാണ്, ചതിക്ക് ഏറ്റവും നല്ല ശിക്ഷ ഇടിയാണെന്ന് ചെകുവര പറഞ്ഞിട്ടുണ്ട്. ആരാണെന്നാ എടാ വന്നി വല്ലപ്പോഴൊക്കെ ബൈബിളൊക്കെ വായിക്കി. എടാ നിനക്കൊക്കെ നാണമില്ലേ നസ്രാണിയാന്നും പറഞ്ഞു നടക്കാം. ആദ്യം പുണ്യാളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ആ അത് തന്നെ. പക്ഷെ കേക്ക് കഴിക്കരുത് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? എന്നാ ഇനി മിക്കവാറും പറയേണ്ടി പൂർണിമ റാവു വേഴ്സസ് ആന്ധ്രാപ്രദേശ് എന്ന് കേട്ടിട്ടുണ്ടോ? ഭർത്താവിനെ സ്ലോ പോയിസൺ കൊടുത്ത് തട്ടിക്കളഞ്ഞ ഭാര്യയുടെ കേസാ. ഭർത്താവിനെ കൊല്ലാൻ ഉപയോഗിച്ച പോയിസൺ എന്താണെന്നറിയോ? മാരക വിഷം തളിച്ച് നട്ടു വളർത്തിയ പച്ചക്കറിയിൽ നിന്നുണ്ടാക്കിയ സാമ്പാർ, വേപ്പലക്കട്ടി, ചീരത്തോരൻ. ഇതൊക്കെ കഴിച്ചവൻ തട്ടിപ്പോവും. വിളമ്പേണ്ട പേര് കേസുണ്ടാവില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ആ സുരയുടെ കയ്യിൽ നിന്ന് ഒരു 1/2 കിലോ ആകോലും വാങ്ങിച്ച് ഒരു 10-15 വറ്റൽമുളകും ഇച്ചിരി ഉപ്പും ചേർത്ത് അരച്ച് ഒരു തോടെ ആട്ടിയ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ 24 അരിയുടെ ചെമ്പാവരി ചോറ് ഞാൻ ഇരുന്ന ഇരിപ്പി കൊണ്ടും പുരിഞ്ചിതാ. ഇന്നാ മീൻകാരൻ വന്നില്ല. ചിക്കൻ ബോക്സ് വന്നിട്ടും സുനാമി വന്നിട്ടും മുടങ്ങാത്തവനാണല്ലോ. അവന് എന്ത് പറ്റി? വായയുടെ ചവർപ്പറം ഫ്രൂട്ട്സ് വല്ലതും ഉണ്ടോ? ആ ഷിബുനെ പോലീസ് കൊണ്ടുപോയി. ആ ശരിയാ, പഴക്കടക്കാരനെ പോലീസ് കൊണ്ടുപോയി, മീൻകാരനെ കാണാനുമില്ല. ഈ രാജ്യത്തിന് ഭരണമില്ല. എന്തൊരു കൊള്ളരുതായ്മ ഇത്. അല്ലെങ്കിൽ തന്നെ ആപ്പിളിലൊക്കെ വാക്സ് വെച്ച് വിറ്റാൽ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ആപ്പിൾ വല്ല മുറിച്ച് പീസാക്കണം. ഇന്നാകെ പണിമുടക്കൊന്നു തോന്നി. ഈ മീൻകാരൻ സുരീത് എവിടെ പോയി കിടക്കാം? എത്ര നേരമായി? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹലോ സെക്രട്ടറി, നമ്മുടെ മീൻകാരൻ സൂര്യ കാണുന്നില്ലല്ലോ. ആ ഇന്നലെ 2-3 ഇറ്റാലിയൻ നാവികർ കടലിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ അവന്മാര് വെടിവെച്ച് കളിച്ചപ്പോഴാ മറ്റേ തട്ടി പോയിട്ടുണ്ടാവും. ശേഷിമാര് സൂര്യയുടെ അമോണിയം ചാളൊക്കെ അഡിക്റ്റ് ആയി പോയി കാണും അല്ലേ? തമാശയാ. ഹലോ മാഡം. ഐ ആം ഓൾവേസ് വിത്ത് വുമൻ. വാസുകിയുടെ പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ആ ഷിബു ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. സോ യു ജസ്റ്റ് റിലാക്സ്. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഹസ്ബൻഡ് ആളൊരു കൂൾ ക്യാറ്റ് ആണല്ലേ? അല്ല, നടന്നതൊക്കെ അറിഞ്ഞാൽ ലൂയിസ് അവരെ കൊല്ലും. അപ്പോ അവരെ കൊല്ലാൻ മാത്രം എന്താണ് സംഭവിച്ചത്? അത് വാസുകി, ഞാനൊരു പോലീസ് ഓഫീസറാണ്. നിങ്ങളുടെ ശരിക്കുള്ള പ്രോബ്ലം നിങ്ങൾ ഇപ്പോഴും എന്നോട് ഷെയർ ചെയ്തിട്ടില്ല. എന്നോട് ഉള്ളു തുറക്കാൻ മനസ്സില്ലാത്ത ഒരാളും ഈ സമയത്ത് ഈ നമ്പറിൽ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോറി. മാഡം, ഞാൻ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് തുറന്നു പറയണം. ഒരു നല്ല ഫ്രണ്ടിനെ പോലെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. സംഭവിച്ചത് എന്താണെന്ന് പറയൂ. പറഞ്ഞോളൂ വാസുകി. ഞാൻ ഞാനൊരു അഡ്വക്കേറ്റിന്റെ ഭാര്യയാണ്. സംഭവിച്ചത് IPC 376. What do you say? വാസുകി, I'm a victim of
കൃത്യമായി പറഞ്ഞാൽ 14 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ അപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഹാപ്പിയായ വീട്ടമ്മ ഞാനായിരുന്നു. ആഘോഷങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു. ഞാൻ മയക്കത്തിൽ ഞാൻ സിറിയുടെ മേലോർഗൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. ഇവനൊക്കെ എങ്ങനെ തന്നെ വേണം. ആണുങ്ങളുടെ ചെത്തി കളഞ്ഞിട്ട് വേണം പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ. അതെന്ത് ജീവിതം? ആ ആഷിക്കപ്പനൊന്ന് കാണണ്ടേ? ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അടുത്ത കത്തറിൽ നിന്നെ ഞാൻ മുറിക്കൂടാ. കോട്ടയത്ത് ഒരു നസ്രാണി വീട്ടിൽ ജനിച്ച് ഇപ്പോൾ കാനഡയോ അമേരിക്കയോ സ്വപ്നം കണ്ട് ബാംഗ്ലൂർ നഴ്സായി ജോലി ചെയ്യുന്ന ടെസാ കെ എബ്രഹാം എന്ന 22-കാരിയുടെ പ്രണയം, പ്രണയനഷ്ടം, പ്രതികാരം എന്നീ 3 തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥയാണ് ആഷിക് കപൂറിന്റെ 22 ഫീമെയിൽ കോട്ടയം. ഇത് മലയാളത്തിലെ അപൂർവം ഫെമിനിസ്റ്റ് സിനിമകളിൽ ഒന്നാണ്. മാറ്റത്തിന്റെ പുതിയ ലോകത്ത് ഏറ്റവും വില കുറഞ്ഞ വസ്തു ടെസമാരുടെ പെൺശരീരമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന സിറിൽമാരുടെ ക്രൂരതയ്ക്ക് പെൺകുട്ടികൾ തന്നെ പ്രതികരിച്ചാലുണ്ടാവുന്ന ഞെട്ടിപ്പിക്കുന്ന വെള്ളിത്തിര കാഴ്ചയാണ് ഈ സിനിമ. 1000 അഭിവാദ്യങ്ങൾ. വെൽഡൺ കം. അവസരവാദി എൽ പി തിയേറ്ററിൽ എങ്ങനെയൊന്നല്ലോ പറഞ്ഞു. ആഷിക്ക് മാരസിന്റെ ജൂനിയറായിരുന്നു ഈ പാവം. എന്റെ പൊന്നു ദൈവമേ, ഈ തേങ്ങക്കകത്ത് വെള്ളം നിറയ്ക്കുന്ന നേരത്ത് ആ ഡാമിൽ വെള്ളം നിറച്ചിരുന്നെങ്കിൽ കറണ്ട് കേട്ടെങ്കിലും ഒഴിവാക്കിട്ടെ. കഞ്ചാവിന്റെ സ്മെല്ല് കുറച്ച് ദിവസമായി ഈ നേരത്ത്. നീ ആ ചിന്തയെ പറ്റണോ? ന്യൂ ജനറേഷനാ, ചിലപ്പോ ഈ പ്രായത്തില് തുടങ്ങും. തമാശകളാ, വാ പോയി നോക്കാം. വാങ്ങ എൽ പി, എനിക്ക് ഏതോ ഡൗട്ടാ ഇருக்கு. ഇവിടെ നല്ല കഞ്ചാവിന്റെ മണം ഉണ്ടല്ലേ. ഈ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു കഞ്ചാവ് ബോധമില്ലെന്നേ. നമ്മൾ ഹൈറേഞ്ച് കൃഷി ചെയ്യുന്ന നീലച്ചടയെ മുഴുവൻ ഇപ്പൊ തൂത്തുക്കുടി വഴി യൂറോപ്പിലൊക്കെ അല്ലേ പോകുന്നത്. ഇവിടെ കിട്ടുന്ന വെറും ഛത്തീസ്ഗഡ് പുല്ല്, ജിഗർദണ്ഡ. കഞ്ചാവ് പോയിട്ട് ഇവിടെ ഒരു കുറ്റിവീട് പോലും ഇല്ല. എനിക്ക് ആ സ്മെല്ല് കിട്ടിയതല്ലേ, അപ്പുറത്തൊന്ന് പോയി നോക്കിയേ. അവിടെ കൊടുക്കും. സത്യം പറ, നീ എപ്പോഴെങ്കിലും കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് കഞ്ചാവിന്റെ മണമാണെന്ന് കഞ്ചാവ് വലിക്കാതെ നിനക്ക് ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി? ഇത് വലിച്ചു വട്ടായ ഒരു ചേട്ടൻ അനിയത്തിയാ ഞാനും അപ്പം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ മണം. ഓ, ഉസ്താദ് കഞ്ചൻ വിനോദ് എന്റെ അളിയനാണെന്നുള്ള കാര്യം ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ മറന്നുപോയി. അതേ ഇപ്പൊ എവിടെയുണ്ട്? ഹരിദ്വാറിലോ അതോ കാശിയിലോ? നിങ്ങളിപ്പോ എന്ത് ലെക്ചർ അടിച്ചാലും ശരി, ഇവിടെ ആരോ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്. ആ ഷീമേടത്തിന്റെ മോനെ എനിക്ക് നല്ല സംശയമുണ്ട്. ആര്യനോ? അവനൊരു പാവം ചെറുക്കനല്ലേ, ഒരു അധ്യാപകന്റെ മകൻ. അവൻ ഒരിക്കലും തെറ്റിയല്ല. നീ വന്നാ എനിക്ക് രാവിലെ അമ്മച്ചെടുത്ത് പോകണം. ഈ തമിഴ് പ്രവർത്തകരെന്ന് എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു തടവ ചൊന്ന 100 തടവ ചൊന്ന മാതിരി ഒരു ഇതാ. വാസുകി ചേച്ചിയുടെ സെന്റിന്റെ മണം. അത് സെന്റ് അല്ലടാ, കസ്തൂരിയ. ഇതാ മോളെ, അമ്മച്ചിക്കും മകനെയും പേരുകുട്ടിയും കണ്ടാൽ മതിയല്ലോ. മരുമോൾ ഇപ്പോഴും പടിക്ക് പുറത്തല്ലേ. ഇന്നലത്തെ മരുമോൾ ഇന്നത്തെ അമ്മായിയമ്മ, ഇന്നത്തെ മരുമോൾ നാളത്തെ അമ്മായിയമ്മ. നിങ്ങൾ തമ്മിലുള്ള വർഗയുദ്ധത്തിന്റെ ചരിത്രം കൂടിയാണ് നമ്മുടെ ലോക ചരിത്രം. യുദ്ധമൊക്കെ അവിടെ നിൽക്കട്ടെ, ആ ബാഗിൽ ഞാൻ ഉണ്ടാക്കിയ കേക്കാ, അമ്മച്ചിക്കുള്ളതാ. കഴിച്ചില്ലെങ്കിൽ കളഞ്ഞേര്. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കഴിപ്പിക്കില്ലേ. ചെന്നിട്ട് വിളിക്കാം. ചേച്ചി ஜாக்கெட்டு சேலந்த கொடுங்க, நான் அயன் பண்ணி தரேன். നോക്കട്ടെ. ചേച്ചി, ഞാനും ആര്യനൊന്ന് ഗോവയ്ക്ക് പോവാ. ഫിലിം ഫെസ്റ്റിവലാണ്. വൈകിട്ടാ ട്രെയിൻ. ഗോവയിൽ നല്ല ലിക്കർ കിട്ടും. തിരിച്ചു വരുമ്പോ ഒരു കുപ്പി ഫെനി ഉണ്ടെന്നാ വക്കീലിനോട് പോകും. നീ പോടാ ചക്ക, നിന്റെ ചേച്ചി കനിക്ക് കൊണ്ടുപോയി കൊടുക്ക് അവന്റെ ഒരു ഫെനി. ഇത് ടൂബയിലെ കനിമോഹന്റെ അനിയൻ സുധി, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. അന്നാണ്, ആ ദിവസമാണ് ഞാനല്ലാതായത്.
തോന്നിയാസം കാണിക്കുന്നു. ഒരു കിരീടം ക്ഷമയെടുത്തെന്ന് കാണട്ടെ. അവര് തറവാട്ടമ്പലത്തിൽ തൊഴാൻ പോയി. ഇനി നാളെ വരൂ. ഞാൻ പോയില്ല. എനിക്കൊരമ്പലത്തിലും പോകണ്ട. എന്റെ ദേവി ഇവിടല്ലേ, എനിക്കിത് മതി. ചേച്ചി, വാസുകി എന്ന് പറഞ്ഞ എന്താ മീനിങ്? പാമ്പെന്നാണോ? സർപ്പദേവത. അതാണല്ലേ ചേച്ചിക്ക് ഈ ബ്യൂട്ടി. റിയൽ സർപ്പന്റ് ക്വീൻ, ഫെം ഫെറ്റാൽ. ചേച്ചി ഏത് പെർഫ്യൂമാ യൂസ് ചെയ്യുന്നത്? പാട്രയാണോ? ക്ലിയോ പാട്ര? മുമ്പിന്ന് മാറ്. ചേച്ചി, ഞാൻ വെറുതെ കൊഞ്ചാൻ വന്നിരിക്കുന്നു. നിന്റെ അമ്മ ഇങ്ങോട്ടൊന്ന് വരട്ടെ. ഇങ്ങനെയാണോ മോനെ വളർത്തുന്നതെന്നൊന്ന് അറിയണോ? ആ തള്ളയല്ല എന്റെ അമ്മ. അവരെന്റെ അച്ഛന്റെ സെക്കൻഡ് വൈഫ് അല്ലേ. ഞങ്ങൾക്കൊന്നും അമ്മമാരില്ലേ ചേച്ചി. നീ എന്തിനാ വാതിലടച്ച്? തുറക്ക്. ഞങ്ങളിന്ന് ഗോവയ്ക്ക് പോലെ ഇനി 1 മാസം കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. ആ 1 മാസം ഞങ്ങൾക്ക് ബോറടിക്കാതെ ഓർക്കാൻ ചേച്ചിയുടെ കുറച്ച് ഹോട്ട് ആൻഡ് സ്വീറ്റ് മെമ്മറീസ് ആണ്. சேச்சி, மண்ணு திங்கிற உடம்பு மனுஷங்க நாங்க தின்ன தப்பே கிடையாது. இந்த விஷயமெல்லாம் கெட்ட கனவை நினைச்சு மறந்துருங்க. என்ன மன்னிச்சிருங்க.
സൈലൻസ് അല്ല, 5 വീട്ടമ്മമാരാ. ചേച്ചിയും കൂടെ ആവുമ്പോ 6 ആവും. ഇതുണ്ടോ, ഉച്ച വെച്ച ആളെ കൂട്ടിയ ചേച്ചി നാളെ ഇന്റർനെറ്റിൽ സൂപ്പർ സ്റ്റാർ ആക്കും. ക്യാമറയിൽ വിളക്കാണ്ട് കിടക്ക് ചേച്ചി. വല്യമ്മച്ചി, നിങ്ങളുടെ ഫ്ലാറ്റ് എന്ത് രസാന്നറിയോ? ഓ പിന്നെ, ഈ തറവാടിനേക്കാളും വലുതാണോടെ നിങ്ങളുടെ ഫ്ലാറ്റ്? ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ശരിക്കും ഒരു ആകാശ ജയിലല്ലേ? വല്ല അപകടവും പറ്റിയാ ഓടി രക്ഷപ്പെടാൻ ഒറ്റ വാതിലല്ലേ ഉള്ളൂ. അങ്ങനെ അപകടമൊന്നും പറ്റില്ല. കേക്ക് എങ്ങനെയുണ്ട് വല്യമ്മച്ചി? മധുരം പാകത്തിന്. കൊച്ചിയിലെ മീനാ ജേക്കബിന്റെ കേക്കല്ലേ, മോശം വരില്ല. സത്യം അറിയുമ്പോ അമ്മച്ചി പറഞ്ഞതങ്ങ് വിഴുങ്ങരുത്. വായിലിരിക്കുന്നത് മരുമോളുണ്ടാക്കിയ കേക്കാം. ആ പട്ടത്തിയുടെ ഒരു കേക്ക്. ആദ്യ പാവം ചെയ്ത ഹവ്വയോട് അമ്മച്ച് പൊറുത്താലും പട്ടത്തിയോട് എന്നായാലും പൊറുക്കേല. ഹവ്വ എന്നാ തെറ്റിയെന്നായി പറയുന്നത്? ഒരു പഴം തന്നാണോ എത്ര വലിയ തെറ്റ്? അച്ചായ, നിങ്ങൾ തമ്മിൽ തല്ലിപ്പിരിയാൻ ഇന്നലെയും കൂടി മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആളാ അമ്മച്ചി. ഞങ്ങൾ തമ്മിൽ പിരിയാൻ വേണ്ടി വെറുതെ മുട്ടുകുത്തി കാലിലെ ചിരട്ട തേക്കണ്ട. വിവേകം വൃദ്ധരുടെ തലയിലെ കിരീടമാണെന്നാ ബൈബിളിൽ പറയുന്നത്. അതെങ്ങനെ? ബൈബിൾ ചുമ്മാ അലങ്കാരത്തിന് ഒന്നും നടക്കത്തല്ലേ ഉള്ളൂ, തുറന്നു നോക്കത്തില്ല. ഇതുകൊണ്ടാ ഞാനിങ്ങോട്ട് വരാത്തത്. ബോധം തെളിഞ്ഞപ്പോഴാ അവരെന്നെ കൊന്നിട്ടില്ല എന്ന് മനസ്സിലായത്. തുപ്പലും വിയർപ്പും ചോരയും വീണ് ഒരഴുക്കു കുപ്പയായിപ്പോയി ശരീരം. എത്ര കുളിച്ചാലും ഇനി ശുദ്ധിയാവില്ല. ഉറക്കെ ഒന്ന് കരയാൻ പോലും എനിക്ക് ലജ്ജ തോന്നി മാഡം. ലൂയിസും മോളും മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ മരിക്കണമെന്ന് എനിക്ക് ആദ്യം തോന്നിയത്.
പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ മരിച്ചാൽ രക്ഷപ്പെടുന്നത് ആ നായ്ക്കളും, പകരം ശിക്ഷിക്കപ്പെടുന്നതും ലോകം പരിഹസിക്കുന്നതും ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മകളെ ലൂയിസിനെ ആയിരിക്കും. ഞാൻ എന്റെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു, ആത്മഹത്യ ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല, ജീവിക്കണം. ഇനി എന്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പച്ചഭസ്മം, ആര്യൻ, സുദീപ് അവറ്റകളാണ് മരിക്കേണ്ടത്. ലൂയിസും മോളും മടങ്ങി വന്നപ്പോഴേക്കും മറ്റൊരു വാസുകിയായി ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു.